നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എംപിമാർ ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള സൂചന പുറത്തു വന്നിട്ട് കുറേ ദിവസമായി. അടൂർ പ്രകാശും കെ സുധാകരനും അടക്കമുള്ള കോൺഗ്രസിൻ്റെ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്നും കെ സുധാകരൻ കണ്ണൂരിൽ നിന്നുമൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നുള്ള സംസാരങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ ഹൈക്കമാൻഡ് എതിർക്കുമെന്നുള്ള സൂചനകളും ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്രയ്ക്ക് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിച്ച് അവർ ജയിച്ചാൽ വലിയ തോതിലുള്ള ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് നിലനിർത്താൻ കഴിയുമെന്നുള്ള ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 100 സീറ്റാണ് കോൺഗ്രസിന് ലോക്സഭയിലുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ക്യാബിനറ്റ് പദവിയിൽ ഇരിക്കുന്നത്. അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ പിന്നീട് ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഭയം നന്നായി കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് ഇവരാരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേരുമെന്നുള്ള ഒരു സൂചനകളും അത്തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഏതാണ്ട് 4ഓളം MLA-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുന്ന സംസാരം. കാരണം ഇത്രയും MLA-മാരെ സൃഷ്ടിക്കുകയും ഇത്രയും MP-മാരുടെ സീറ്റ് ഒഴിവ് വരികയും ചെയ്താൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വലിയൊരു തലവേദനയായി മാറും. കണ്ണൂരൊക്കെ കെ സുധാകരൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ജയിക്കുന്ന കാര്യം സംശയമാണ്. കാരണം അവിടെ അതിന് പറ്റിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയില്ല. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് മാറിയാൽ അത് BJP പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വി മുരളീധരനും അടൂർ പ്രകാശും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഏതാണ്ട് 16,000 മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അടൂർ പ്രകാശിന് വലിയ ജനപിന്തുണയുള്ള നേതാവായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കയറിക്കൂടാൻ കഴിഞ്ഞത്. അതല്ല എങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ കാര്യവും. കണ്ണൂരിൽ കെ സുധാകരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സുധാകരൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ചത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ഏതായാലും കടന്നപ്പള്ളി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുന്ന നിലയിലാണ്. അതുകൊണ്ട് മറ്റു CPM ആ സീറ്റ് ഏറ്റെടുക്കുകയും കെ സുധാകരൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്താൽ സുധാകരൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ CPM-ന് പോലും തർക്കമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും സുധാകരന് പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുക? അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് കണ്ണൂരിൽ ഇല്ല. അതാണ് വിഷയം. അപ്പോൾ കണ്ണൂർ സീറ്റും കോന്നി സീറ്റും എല്ലാം ഇത്തരത്തിൽ വെറുതെ കൊണ്ടുപോയി CPM-ന് കൊടുക്കേണ്ടി വരും. അത് ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ കുറയാൻ കാരണമാകും. അതുകൊണ്ട് ഇപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന 4ഓളം കോൺഗ്രസ് MP-മാരെ നിരുത്സാഹപ്പെടുത്തി ഹൈക്കമാൻഡ് ഇടപെട്ട് നിരുത്സാഹപ്പെടുത്തി എന്നാണ് നമ്മൾക്ക് അറിയുന്നത്. കാരണം ഇടുക്കിയിലെ MP ഡീൻ കുര്യാക്കോസ് പോലും, അദ്ദേഹം ഇപ്പോൾ 2ാമത്തെ തവണയാണ് മത്സരിച്ച് ജയിക്കുന്നത്, അദ്ദേഹം പോലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും MP-മാരെ വച്ചൊരു കളി വേണ്ട എന്നുള്ള രീതിയിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ MP-മാർക്ക് മത്സരിക്കാനുള്ള പച്ചക്കൊടി ഹൈക്കമാൻഡ് കാട്ടിയേക്കില്ല എന്നാണ് കോൺഗ്രസിൽ നിന്നുള്ള സംസാരം.